ആദ്യ രാത്രിയിൽ കിടക്കിൽ രക്തം കാണണമെന്ന ആചാരം കാരണം അരക്കെട്ട് തകർന്നു മരിച്ച ഒരു 10 വയസ്സുകാരി. ആദ്യ രാത്രിയിൽ അരക്കെട്ട് തകർന്നു മരിച്ച ഫുൽ മണി എന്ന 10 വയസ്സു മാത്രമുള്ള ഒഡീഷക്കാരി പെൺകുട്ടിയുടെ പേര് ഇന്ന് എത്ര പേർക്കറിയാം? 1891 സംഭവം. ഭർത്താവ് 35 വയസ്സുള്ള ഹരിമോഹൻ മൈത്തിക്ക് ആദ്യ രാത്രി തന്നെ ഭാര്യയുടെ കന്യകാത്വം തകർക്കണമെന്ന് നിർബന്ധമായിരുന്നു. ആദ്യ രാത്രിയിൽ കിടക്കവിരികളിൽ രക്തം കാണണമെന്നും അന്നുണ്ടായിരുന്ന ഒരു ആചാരമായിരുന്നു. അങ്ങനെ അരക്കെട്ട് തകർന്നാണ് ഫുൽ മണി എന്ന കുഞ്ഞു ഭാര്യ മരിച്ചത്. പക്ഷിയ ഒടിഞ്ഞ് നാക്കുതള്ളി കിടക്കുന്ന മൃതദേഹം കണ്ട് കരളലിഞ്ഞവർ ഇന്ത്യയിലെ ജാതി തമ്പുരക്കന്മാരോ രാഷ്ട്രീയ പാർട്ടി നേതാക്കളോ ആയിരുന്നില്ല, ബ്രിട്ടീഷുകാർ ആയിരുന്നു. അനവധി കൊച്ചു പെൺകുട്ടികൾ ദാരുണമായി കൊല്ലപ്പെടുന്ന സാമൂഹ്യ പരിസ്ഥിതി അക്കാലത്ത് ഉണ്ടായിരുന്നു. പെന്യ ചർമ്മം പൊട്ടി രക്തം വരാത്തവരെ ഉപേക്ഷിക്കുന്ന രീതിയും. ഈ അനാചാരങ്ങൾ നിലനിന്ന കാലത്താണ് ഏജ് കൺസെന്റ് ബിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നത്. അതിനവരെ പ്രേരിപ്പിച്ചത് ഫ്യൂൽ മണിയുടെ ദാരുണ അന്ത്യമായിരുന്നു. പെൺകുട്ടികളുടെ പ്രായം 10 നിന്ന് 12 വയസ്സാക്കി ഉയർത്തിയത് അതോടെയാണ്. ഇന്ന് നമുക്ക് അത്ഭുതമെന്ന് തോന്നാം. ബാലഗംഗാധര തിലകനെ പോലുള്ളവർ പോലും അന്ന് ഈ നിയമത്തിനെതിരെ ഉറഞ്ഞു തുള്ളുകയായിരുന്നു. ഹിന്ദു മതത്വങ്ങൾക്കെതിരാണ് ഈ നിയമം എന്ന് വാദിച്ചായിരുന്നു തിലകൻ ഇതിനെ എതിർത്തത്. എൻ്റെ മതത്തെ സംരക്ഷിക്കാൻ ഏത് അറ്റവും വരെ പോകുമെന്ന് പ്രഖ്യാപിച്ച തിലകനും കൂട്ടുകാരും 10,000ങ്ങളെ അണിനിരത്തിയാണ് വിശ്വാസ സംരക്ഷണ സമരം നടത്തിയത്. ഹിന്ദുക്കൾ കൂടുതലും ബ്രാഹ്മണർ ഈ ബില്ലിന് എതിരായിരുന്നു. മുസ്ലിമുകളും ക്രിസ്ത്യാനികളും വരെ ഈ ബില്ലിൽ പ്രതിഷേധിച്ചു. കാരണം ബ്രിട്ടീഷുകാർ ഇന്ത്യൻ സംസ്കാരത്തെ നശിപ്പിക്കുന്നു എന്ന ബ്രാഹ്മണരുടെ ന്യായവാദം അവർക്കും രുചിക്കുന്ന ഒന്നായിരുന്നു. ബാലഗംഗാധര തിലകും ബിപിൻ ചന്ദ്രപാലും അടങ്ങുന്ന തീവ്ര ദേശീയതാവാദികൾ പോലും ഈ ബില്ലിനെ എതിർത്ത് സമ്മേളനവും മറ്റും വിളിച്ചു കൂട്ടുകയും പത്രങ്ങളിൽ ഘോരഘോരം എഴുതുകയും ചെയ്തു. പക്ഷേ സതി നിരോധിച്ച കാലത്തെ പോലെ ബ്രിട്ടീഷുകാർ തോക്ക് എടുത്തതോടെ എല്ലാവരും ഓടി ഒളിച്ചു. 1829 സതി നിരോധന നിയമം, 1840 അടിമത്ത നിരോധന നിയമം, 1856 വിധവ വിവാഹ നിയമം, 1891 ഏജ് ഓഫ് കൺസെന്റ് ബിൽ, 1929 ദി ചൈൽഡ് മാരേജ് റെസ്ട്രെയിന്റ് ആക്ട് എന്നിവയൊക്കെ എടുത്തു നോക്കുക. മതമൗലികവാദികളോട് പടപൊരുതിക്കൊണ്ടാണ് ഈ നിയമങ്ങൾ ബ്രിട്ടീഷുകാർ നടപ്പാക്കിയത്. ഇതൊക്കെയാണ് ഒരുപക്ഷെ സ്ത്രീകളുടെ സാമൂഹിക നിലവാരം അല്പമെങ്കിലും മെച്ചപ്പെടാൻ ഇടയാക്കിയ നിയമനിർമ്മാണങ്ങൾ.